ശ്രീ പി സി, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും പാലക്കാട് ഈ കോൺഗ്രസ് SDPI കൂട്ടുകെട്ട്, ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയതും. വിജയത്തിന് ശേഷം കെ സുധാകരൻ പറഞ്ഞ വാക്കുകളുണ്ട്, തങ്ങൾ അങ്ങോട്ട് പോയി SDPI നേതാക്കളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ ജനൻ TV പുറത്തു വിടുന്ന ആ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തി വോട്ട് തേടിയതിന്റെ തെളിവാണ്, ആ നേതാക്കളുമായിട്ട് നിൽക്കുന്നതിന്റെ തെളിവാണ്. രാഹുൽ മാങ്കൂട്ടം ജയിച്ച് പ്രകടനം അയാൾ നയിക്കുമ്പോൾ അതിന്റെ മിന്നൽ കൊടി കണ്ട് അതൊന്ന് എടുത്തു നോക്കി. SDPയുടെ കൊടിയായിട്ട് ഒരുത്തൻ ലിംഗ്രാവ് വിളിച്ച് നിൽക്കുക അവിടെ. രാഹുൽ മാങ്കൂട്ടത്തിന് സിന്ദാബാദും വിളിച്ചു, മനസ്സിലായോ? അതങ്ങോട്ട് ആ ദൃശ്യം ഞാൻ കണ്ടതല്ലേ എല്ലാ ചാനലിലും, അതങ്ങ് എടുത്ത് കാണിച്ചേ. അറിയാം, വേറൊന്നും അറിയണം, അവിടെ 40,000 മുസ്ലിം വോട്ടുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്നെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അതിലൊക്കെ അപ്പുറം ഞാൻ കണ്ടത് മുസ്ലിം ഇടതുപക്ഷ ഗവൺമെന്റ് മന്ത്രി KT ജലീൽ, LDF ആണെന്ന് ഓർക്കണം, അയാൾ ഉൾപ്പെടെ ഇരുന്ന് ഒരു വീട്ടിലിരുന്ന് ഗൂഢാലോചന നടത്തുന്ന പടം പത്രത്തിൽ വന്ന് ചാനലുകാരെടുത്ത് കാണിച്ചല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു പൂഞ്ഞാറ്റിൽ തടന്ന് തന്നെ ഇവിടെ നടക്കാൻ പോവാണെന്ന്. എന്താണെന്ന് വെച്ചാൽ പൂഞ്ഞാറ്റിൽ 27,000 മുസ്ലിം വോട്ടുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് മുസ്ലിം വോട്ട് അപ്ലൈ ചെയ്തപ്പോഴാണ് ഞാൻ തോറ്റത്. അല്ലാതെ ഏത് പ്രാവശ്യം തോപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. മുസ്ലിം വോട്ട് വർഗീയമായി അവർക്ക് പിടിച്ചതോടുകൂടി ഞാൻ തോറ്റു. അന്ന് എന്നോട് അവർ ഫോണിൽ പറഞ്ഞു അടുത്തത് ഞങ്ങൾ തൊടുപുഴ പരീക്ഷിക്കാൻ പോവാണെന്ന്. ഇപ്പൊ അടുത്ത തൊടുപുഴ കിട്ടാത്തത് കൊണ്ട് അവർ പാലക്കാട് പരീക്ഷിച്ചു. പാലക്കാട് എന്താ സംഭവിച്ചത്? 40,000 മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കോൺഗ്രസിന് ചെയ്തു. അങ്ങനെ അയാളെ ജയിച്ച് ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ദൈവം ശിക്ഷിക്കും. SDPക്കാർ പറയട്ടെ മറുപടി. ഇവരെ എന്തിന് CPMന്റെ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നു, CPMന് വേണ്ടി നിൽക്കുന്നവൻ മുസ്ലിം കെരീസാറ്റിനെ മുസ്ലിം ലീഗിനെ കണ്ട കൊല്ലാൻ നടക്കുന്ന KT ജലീൽ എങ്ങനെയാ ആ ഒരു മുറിക്ക് അത് അടച്ചിട്ട മുറിയിൽ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നത്? അപ്പം മുസ്ലിം എന്നുള്ള ഇടതുപക്ഷവും UDFും BJP ഒന്നുമില്ല, എല്ലാവരും ശത്രുക്കൾ. ഞങ്ങൾക്ക് മുസ്ലിം ഇത് കേരള വ്യാപകമായി ഇപ്പോ പൊളിറ്റിക്കൽ ജിഹാദ്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീക്കത്തിന്റെ ഭാഗമാണിത്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാം കൂടെ എനിക്കാണ്ട് എതിരാണ്, അല്ല, ഞാൻ കാണുന്ന സത്യം വിളിച്ചു പറയുന്നതാ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പൂഞ്ഞാലിലത് പരീക്ഷ വിജയിച്ച് എന്നോട് പറഞ്ഞ തൊടുപുഴ പരീക്ഷിക്കുന്ന പറഞ്ഞത്. അത് നല്ല ഓർമ്മ എനിക്ക് അവനെ പറഞ്ഞു. SDPയുടെ ഏറ്റവും വലിയ നേതാവ് എന്നെ വിളിച്ച് ഞാൻ വളരെ ഇഷ്ടമാണ്. ആൾ പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് എന്നോട് പറഞ്ഞു. അയാൾ പോയി പടങ്ങാൻ പറ്റും നമുക്ക്? അങ്ങനെ മാന്യമായിട്ട് പറയുന്നത് അവർ പക്ഷെ ചെയ്തതാ. പാലക്കാട് 40,000 വോട്ട് ഒറ്റയടിക്കാൻ പറയുന്നത്. ഞാൻ ആ KT ജലീലും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് SDPയുടെ നേതാക്കന്മാർ ഒരുമിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ, അതായത് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച, പാർലമെന്റ് നിരോധിച്ച നേതാവ് ഉൾപ്പെടെ അതിനകത്ത് ഇരിപ്പുണ്ട് യോഗത്തില്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി അവിടുത്തെ അത് കാരണം ഞാൻ ഇവിടെ നമ്മുടെ ആളുകളോട് പറഞ്ഞു പാലക്കാട് നമ്മൾ ജയിക്കില്ല. 40,000 വോട്ട് ഒരുമിച്ച് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് സംശയം വേണ്ട. കാരണം ഞാൻ ആദ്യം KT ജലീലിനെ കണ്ടപ്പോൾ ചിലപ്പോ ഇടതുപക്ഷത്തിന് സരിനെ ജയിപ്പിക്കാനാവുന്ന സംശയം തോന്നുന്നു. പക്ഷെ പിന്നീട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി അതല്ല UDFിന് അനുകൂലമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട, ഇതൊരു വിജയമായിട്ട് കണക്കാക്കി MLA എന്ന് പറയുന്നവൻ നടക്കണ്ട. അതായത് വോട്ടുകൾക്ക് വേണ്ടി ഈ വർഗീയ ശക്തികളുടെ കൂടെ കൂട്ടുപിടിച്ചാണ് ജയം തേടിയിരിക്കുന്നത് കോൺഗ്രസ്. സംശയം എന്താ? വർഗീയ ഫാസിസ്റ്റുകളുടെ, ഏറ്റവും വലിയ വർഗീയവാദികളുടെ, ഇന്ത്യ രാജ്യത്തെ വിഭജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, പാകിസ്ഥാനിൽ ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ, മുസ്ലിം നല്ല മാന്യന്മാരായ മുസ്ലിങ്ങളെ അതിന് കിട്ടുകയില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അല്ലാതെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം, അതായത് SDPI ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള കസ്മല മുസ്ലിം സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത പാലക്കാട്ട്. എന്നിട്ട് വർത്തമാന മന്ത്രി നടക്കുക ജയിച്ചെന്ന്. എന്തുകൊണ്ടാണ് ജയം? ഒരു കാര്യമില്ല ജയത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്.